Hello all, welcome all to the new episode of Halal Investment. It's third episode of the Halal Investment channel. So അവസാനത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ മാർക്കറ്റിൽ എങ്ങനെ ഹലാലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം, ഇതിൻ്റെ റിട്ടേൺസ് എങ്ങനെ ഒരു ഹലാൽ സ്റ്റോക്കിനെ തിരഞ്ഞെടുക്കാം മുതലായവയെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. എല്ലാവരും ആ വീഡിയോ കാണുക. എന്നിട്ട് ഈ വീഡിയോ ഇതിൽ നമ്മൾ മ്യൂച്വൽ ഫണ്ട്സ്, ഹലാൽ മ്യൂച്വൽ ഫണ്ട്സ് ഏതൊക്കെയാണ്, അതിലെങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം, അതിൻ്റെ റിട്ടേൺസ്, റിസ്ക് തുടങ്ങിയവയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ എല്ലാവർക്കും എത്തിക്കൽ ഇൻവെസ്റ്ററിന്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക്, വിച്ച് ഈസ് വീഡിയോ അബൌട്ട് ദി ഹലാൽ മ്യൂച്വൽ ഫണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. സോ ഹലാൽ മ്യൂച്വൽ ഫണ്ടിലേക്ക് പോകുന്നതിന് മുമ്പേ നമുക്ക് എന്താണ് മ്യൂച്വൽ ഫണ്ട് എല്ലാവർക്കും അറിയാം. എന്നാലും ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട്, സോ വാട്ട് ഈസ് എ മ്യൂച്വൽ ഫണ്ട്? സോ അതിന്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് an investment program funded by shareholders that trades in diversified holdings and is professionally managed. സോ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാൾ മാനേജ് ചെയ്യുന്ന ഒരു ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ. അപ്പോൾ നമ്മൾ ബേസിക്കലി പണം കൊടുക്കുക മാനേജറാണ്. മാനേജർ വിൽ put that money into that diversified portfolio and we will get the return. So the portfolio will be managed by the manager. So മാനേജർക്ക് അതിലുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ they will get a small commission of our investment. നമുക്കുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ we can avoid the hassles of analysis of each stock. പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു സ്റ്റോക്ക് എടുത്ത് അത് ഹലാലാണോ നോക്കണം, പിന്നെ അതിന്റെ ഫണ്ടമെന്റൽ അനാലിസിസ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി നമ്മൾ മ്യൂച്വൽ ഫണ്ട് മാനേജറെ ഏൽപ്പിക്കുന്നു. സോ ഹി വിൽ മാനേജ് അവർ പോർട്ട്ഫോളിയോ ഫോർ us. So that's basically the principle of mutual fund. So ഇന്ത്യയിൽ there are around 44 AMCs. AMC meaning this asset management companies. So ഇത് തന്നെ ഓരോ AMCക്കും അവരുടേതായിട്ടുള്ള പല ടൈപ്പ് ഫണ്ടുകൾസ്, മൾട്ടി ക്യാപ്, ലാർജ് ക്യാപ്, സ്മോൾ ക്യാപ്സ്, ഇക്വിറ്റി ഫണ്ട്സ്, ഡെപ്റ്റ് ഫണ്ട്സ്, അങ്ങനെ. സോ ഓരോ AMCയുടെ അണ്ടറിലും പലതരത്തിലുള്ള ഫണ്ടുകൾ ഉണ്ടാവും. ബട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഹലാൽ മ്യൂച്വൽ ഫണ്ട്സിനെ പറ്റിയാണ്. സോ അത് ഏതൊക്കെയാണ്, അതിലെങ്ങനെയാണ് നിക്ഷേപിക്കുക, അതിൻ്റെ റിട്ടേൺസ്, അതിൻ്റെ റിസ്ക്, അതിനെ പറ്റിയൊക്കെയാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്കിവിടെ ടോപ്പിക്കിലേക്ക് പോവാം, ഹലാൽ മ്യൂച്വൽ ഫണ്ട്സ്. സോ അൺഫോർച്ചുനേറ്റ്ലി ഇത്ര 44 AMCയും അവരുടെ എല്ലാം പലതരത്തിലുള്ള ഫണ്ടുകളും എല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഇന്ത്യയിൽ ഹലാൽ മ്യൂച്വൽ ഫണ്ട്സ് അല്ലെങ്കിൽ ഹലാൽ സർട്ടിഫൈഡ് അല്ലെങ്കിൽ ഹലാൽ ആണെന്ന് പറയുന്ന മ്യൂച്വൽ ഫണ്ട്സ് ഓൺലി 3 ആർ ദർ. സോ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. സോ വൺ ഈസ് ടാറ്റ എത്തിക്കൽ ഫണ്ട്, വിച്ച് ഈസ് മാനേജ്ഡ് ബൈ ടാറ്റ. പിന്നുള്ളത് ടോറസ് എത്തിക്കൽ ഫണ്ട്, ആൻഡ് ദ ലാസ്റ്റ് വൺ ഇറ്റ് ഈസ് നിപ്പോൺ ഇന്ത്യ ETF ഷെരിയ ബീസ്. സോ ഇന്ത്യയിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള 3 ഷെരിയ കംപ്ലൈന്റ് മ്യൂച്വൽ ഫണ്ട്സ് ഇവയാണ്. ഇതിൽ ആദ്യത്തെ രണ്ടും മ്യൂച്വൽ ഫണ്ട്സ് വി ക്യാൻ സ്റ്റാർട്ട് വിത്തൗട്ട് എനി ഡിമാറ്റ് അക്കൗണ്ട്. മൂന്നാമത്തേത് ഒരു ETF അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ വി വിൽ നീഡ് എ ഡിമാറ്റ് അക്കൗണ്ട്. സോ വി ക്യാൻ ഇൻവെസ്റ്റ് ഓൺലി ത്രൂ ദാറ്റ് വൺ. സോ ഇനി നമുക്ക് ഓരോ ഫണ്ടിലേക്കും പോവാം, അതിൻ്റെ റിട്ടേൺസും റിസ്ക്കും എല്ലാം നോക്കാം. സോ ഫസ്റ്റ് ഐ വിൽ ടേക്ക് ടാറ്റ എത്തിക്കൽ ഫണ്ട്. സോ ടാറ്റ എത്തിക്കൽ ഫണ്ട്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മളൊരു എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നോക്കുന്ന സ്ക്രീനിങ് വെദർ ഇറ്റ് ഈസ് എ ഷെരിയ കംപ്ലൈന്റ് ഓർ നോട്ട്. സോ അതാണ് ഞാൻ ഇവിടെ ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത്. സോ അതിൻ്റെ ഒരു സ്ക്രീൻ സേവർ ആണ് ഇവിടെ ഇതാണ്. സോ ബേസിക്കലി ഇത് അവരുടെ വെബ്സൈറ്റിൽ നിന്ന് കിട്ടിയ ഒരു ഷെരിയ കംപ്ലൈന്റ് സർട്ടിഫിക്കറ്റ് ആണ്. ഇത് സർട്ടിഫൈ ചെയ്തിട്ടുള്ളത് ടാസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയാണ്. ബേസിക്കലി അതിന്റെ ഫുൾ ഫോം തക്വ അഡ്വൈസറി ആൻഡ് ഷെരിയ ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ് ലിമിറ്റഡ്. സോ ഈ കമ്പനി എന്ന് പറയുന്നത് ടാറ്റ എത്തിക്കൽ ഫണ്ട് മാത്രമല്ല, ദേ ഹാവ് ഗോട്ട് കോൺട്രാക്ട് വിത്ത് ദി നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സോ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ട് ഷെരിയ 500, ഷെരിയ 50 തുടങ്ങിയ അങ്ങനെ എല്ലാ ഷെരിയ ബേസ്ഡ് ഫണ്ടുകളുടെയും അനാലിസിസും സർട്ടിഫിക്കേഷനും എല്ലാം ചെയ്യുന്നത് ഈ ടാസിസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പാണ്. സോ അവരുടെ സർട്ടിഫിക്കേഷനാണ് ടാറ്റ എത്തിക്കൽ ഫണ്ടിനുള്ളത്. സോ വിച്ച് ഈസ് ക്വൈറ്റ് റിലയബിൾ. സോ അത് ഷെരിയ കംപ്ലൈന്റ് ആണെന്ന് നമുക്ക് വിശ്വസിക്കാം. സോ അതാണ്. സോ ഫസ്റ്റ് സ്ക്രീനിങ് ഈസ് ഓവർ. So any other details? So it is a multi-cap fund. So what does it mean? So multi-cap means it contains a large cap, mid cap as well as the small cap funds. പിന്നെ നമുക്ക് 5000 രൂപ തൊട്ടിട്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. പിന്നെ SIP നമുക്ക് 1000 രൂപ വരെ തൊട്ടിട്ട് SIP ചെയ്യാൻ പറ്റുന്നതാണ്.
പിന്നെ ഉള്ളത് റെഗുലർ ഉണ്ട്, ഗ്രോത്ത് ഉണ്ട്. അതെല്ലാം സോ റെഗുലറിൽ കമ്മീഷൻ കുറച്ച് കൂടുതലായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഇഫ് എനിബഡി ഈസ് ഇൻവെസ്റ്റിംഗ് ഇൻ മ്യൂച്വൽ ഫണ്ട്സ്, ഓൾവേസ് ചൂസ് ദി ഗ്രോത്ത് ഫണ്ട് ബിക്കോസ് ഗ്രോത്ത് ഫണ്ട് ഹാസ് ഗോട്ട് എ ലോവർ കമ്മീഷൻ. പിന്നെ ഇതിന്റെ ഫണ്ട് സൈസ് ഓഫ് ദിസ് ഫണ്ട് ഈസ് 1520 crore. സോ റിലേറ്റീവ്ലി വലിയ മോശമില്ലാത്ത വലുപ്പമുള്ള ഒരു ഫണ്ട് തന്നെയാണ്. പിന്നെ ഇതിന്റെ റിട്ടേൺസ് വിച്ച് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. സോ ലാസ്റ്റ് 10 ഇയറിലെ റിട്ടേൺസ് ആനുവലൈസ്ഡ് റിട്ടേൺ എന്ന് പറയുന്നത് 14.22%. സോ വിച്ച് ഈസ് പ്രിറ്റി ഗുഡ്. ഓക്കെ സോ നമ്മളെ ബേസിക് പർപ്പസ് നമ്മൾ ഇൻഫ്ലേഷൻ ബീറ്റ് ചെയ്യാന്നുള്ളതാണ് ഒരു മിനിമം റിക്വയർമെന്റ് ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ. സോ വിച്ച് ഈസ് ഇന്ത്യയിലെ 7 to 10% ഇൻഫ്ലേഷൻ വെച്ച് നോക്കുമ്പോൾ 15% ഓൺ ദ ലാസ്റ്റ് 10 years ഈസ് പ്രിറ്റി ഗുഡ്. പിന്നെ എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത് ഇതിന്റെ കമ്മീഷൻ, അവരെടുക്കുന്ന കമ്മീഷനാണ്. അത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ 0.95% വിച്ച് ഈസ് ചാർജ്ഡ് എവറി ഇയർ. സോ അതാണ് ടാറ്റ എത്തിക്കൽ ഫണ്ട്. അവസാനം ഞാനെല്ലാം മൂന്നും കൂടി ഒന്ന് കമ്പയർ ചെയ്യുന്നതായിരിക്കും. സോ ബിഫോർ ദാറ്റ് വി ക്യാൻ ഗോ ടു ദി എത്തിക്കൽ. അഗെയിൻ ടോറസ് എത്തിക്കൽ ഫണ്ടിൽ ഐ കുഡിൻ ഫൈൻഡ് എനി സർട്ടിഫിക്കേഷൻ ഓർ എനിത്തിങ്, ബട്ട് അവരുടെ വെബ്സൈറ്റ് കണ്ട ഒരു ശരിയ സ്റ്റാറ്റസിന്റെ ഒരു സ്ക്രീൻഷോട്ടാണ് ഞാനിവിടെ ഇട്ടിട്ടുള്ളത്. സോ അവർ പറഞ്ഞിട്ടുള്ളത് ബെഞ്ച് മാർക്ക് ഈസ് ബേസ്ഡ് ഓൺ S&P BSE 500 ശരിയ. സോ ഞാൻ നേരത്തെ പറഞ്ഞു ഈ BSE 500 ശരിയ എന്നുള്ളത് സർട്ടിഫൈ ചെയ്യുന്നത് ഈ ടാസിസ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. സോ അവർ അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫണ്ടാണ് ഇതെന്ന് അവർ പറയുന്നുണ്ട്. സോ ഇത് ഈ BSE 500 ശരിയ എന്ന് വരുന്ന ഫണ്ടുകളാണെങ്കിൽ അല്ലെങ്കിൽ ഈ BSE 500 ശരിയായുള്ള കമ്പനികൾ ആണെങ്കിൽ it is Sharia compliant and it is fine to invest in a halal way. So I would invest in this fund. So again coming to the details, it's a multi-cap fund. Again ടാറ്റ പോലെ തന്നെയാണ്. മിനിമം ഇൻവെസ്റ്റ്മെന്റ് 5,000 rupees ആണ്. SIP 1,000 rupees തൊട്ട് ചെയ്യാവുന്നതാണ്. റെഗുലർ ഫണ്ട് ഉണ്ട്, ഗ്രോത്ത് ഫണ്ട് ഉണ്ട്. ഫണ്ട് സൈസ് സോ നമുക്ക് ടാറ്റയായിട്ട് അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ ചെറിയൊരു ഫണ്ടാണ്, 89 crores. ടാറ്റ നമുക്കറിയാം, ടാറ്റ എത്തിക്കൽ ദർ ഈസ് 1,500 crores. സോ ഇറ്റ്സ് കമ്പാരിറ്റീവ്ലി എ സ്മോളർ ഫണ്ട് കമ്പയർഡ് ടു ദ ടാറ്റ. ലാസ്റ്റ് 10 year റിട്ടേൺസ് നോക്കുകയാണെങ്കിൽ 13.64. ടാറ്റയേക്കാൾ സ്ലൈറ്റ്ലി ലെസ് ആണ്, ബട്ട് നോട്ട് മച്ച് ഡിഫറൻസ് ഐ വുഡ് ടെൽ. പിന്നെ ഇത് 10 year റിട്ടേൺസ് ആണ്. ലാസ്റ്റ് 1 year 5 year നോക്കുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വ്യത്യാസം ഉണ്ടായിരിക്കും. പിന്നെ എക്സ്പെൻസ് റേഷ്യോ സ്ലൈറ്റ്ലി എക്സ്പെൻസീവ് ദാൻ ടാറ്റ ബിക്കോസ് ഇറ്റ്സ് ടാറ്റയിൽ 0.96 ആണെങ്കിൽ ഇവിടെ 1.18 ആണ്. സോ കമ്മീഷൻ സ്ലൈറ്റ്ലി ടാറ്റയേക്കാൾ കൂടുതലാണ്. എക്സ്ക്യൂസ് മീ. സോ ഇനി അടുത്ത ഫണ്ട് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ അത് തന്നെ നിപ്പോൺ ഇന്ത്യ നിഫ്റ്റി ഷെരിയ ബീസ്. സോ ഇതിൽ ഞാൻ പറഞ്ഞ പോലെ ഇതൊരു ETF ഫണ്ടാണ്. നമുക്ക് ഡിമാറ്റ് അക്കൗണ്ട് വഴി ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഇറ്റ്സ് എ ലാർജ് ക്യാപ് ഫണ്ട് ബിക്കോസ് നിഫ്റ്റി 50യിലുള്ള ശരിയ കംപ്ലൈന്റ് ആയിട്ടുള്ള കമ്പനീസ് ആണ് ഇതിൽ വരുന്നത്. അതായത് ലാർജ് ക്യാപ്, സോ മെയിൻലി ലാർജ് ക്യാപ്പ് ആണ് ഇതിൽ വരുന്നത്. സോ നിഫ്റ്റി 50 വരുന്ന കമ്പനീസ് ആയതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ഫണ്ട്സിനെ അപേക്ഷിച്ചിട്ട് കുറച്ചുകൂടി റിസ്ക് ഫ്രീ ആണ്. അതാണ്. പിന്നെ ഇതിന്റെ ശരിയ സ്റ്റാറ്റസ് നമ്മൾ അത് ഫസ്റ്റ് തന്നെ അത് നോക്കാം. ശരിയ സ്റ്റാറ്റസ്. സോ അഗെയിൻ സർട്ടിഫിക്കേഷൻ ഒന്നും കിട്ടിയിട്ടില്ല, എന്നാൽ അതിൽ നിന്ന് ഒരു സ്ക്രീൻഷോട്ട് കിട്ടിയിട്ടുണ്ട്. അഗെയിൻ NSE ശരിയ ഫണ്ട് ബേസ്ഡ് NSE ശരിയ ഇൻഡെക്സ് ബേസ്ഡ് ആയിട്ടുള്ള ഫണ്ടാണെന്ന് അവരിതിൽ പറഞ്ഞിട്ടുണ്ട്. സോ ആസ് ഐ ഡിസ്കസ്ഡ് ഏർലിയർ, NSE ശരിയ സർട്ടിഫൈ ചെയ്യുന്നതും അനലൈസ് ചെയ്യുന്നതുമെല്ലാം ടസിസ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ്. സോ അവർ തന്നെയാണ് ടാറ്റ എത്തിക്കൽ സർട്ടിഫൈ ചെയ്തിട്ടുള്ളത്. സോ അവർ അനലൈസ് ചെയ്ത ശരിയ ഇൻഡെക്സ് വെച്ചിട്ടാണ് ടോറസ് എത്തിക്കലും ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ നിപ്പോൺ ഇന്ത്യ ബേസ്ഡ് ഓൺ ദി സെയിം ശരിയ ഇൻഡെക്സ്. സോ it's mainly a large cap fund. The main difference between other two mutual funds is this requires a demat account. So ഇതിന്റെ പ്രൈസ് വരുന്നത് 417, ഒരു ഷെയറിന്റെ പ്രൈസ് വരുന്നത് 417 rupees ആണ്. Fund size, so compared to Tata and Taurus, it is very small fund, only 15.37 crore. Expense ratio relatively less, only 0.96. സോ റിട്ടേൺസ് നോക്കുകയാണെങ്കിൽ ടാറ്റയും ടോറസും വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിന്റെ റിട്ടേൺസ് കുറച്ച് കുറവാണ്. 12.91% മാത്രമാണ്.
So but the high returns comes with high risk. So Tata and Taurus is slightly high risk compared to Nippon India ETF Shariah Index. So അതുകൊണ്ട് തന്നെ റിട്ടേൺസും കുറച്ച് കുറവാണ്. സോ ഞാനതെല്ലാം മൂന്നെണ്ണം കൂടി കമ്പയർ ചെയ്തിട്ടൊരു സ്ലൈഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ദാറ്റ് വി ക്യാൻ ഈസിലി കമ്പയർ. എന്നിട്ട് ഏതിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഞാൻ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളടുത്ത് പറയുന്നുണ്ട്. പക്ഷേ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസ് എടുത്തിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. സോ ഞാൻ 3 ഫണ്ടും ഇവിടെ ഒന്നിച്ച് കൊടുത്തിട്ടുണ്ട്. സോ ദാറ്റ് വി ക്യാൻ കമ്പയർ ഈച്ച് അതർ. സോ ഫസ്റ്റ് തന്നെ ടൈപ്പ് ടാറ്റയും ടോറസും മൾട്ടി ക്യാപ്പ് ആണ്. നിപ്പോൺ ഇന്ത്യ മെയിൻലി ലാർജ് ക്യാപ്പ് ഫണ്ട്. പിന്നെ വരുന്നത് റിസ്ക് ആണ്. റിസ്ക് നോക്കുകയാണെങ്കിൽ ടാറ്റ എത്തിക്കലിൽ ഈ മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പ് എല്ലാം വരുന്നുണ്ട് കൊണ്ട് തന്നെ ഇറ്റ്സ് എ ഹൈ റിസ്ക്. ടോറസ് എത്തിക്കലും അതേപോലെ തന്നെ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് എല്ലാം വരുന്നുണ്ട്, ഹൈ റിസ്ക് ആണ്. നിപ്പോൺ ഷെരിയ ആസ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ നിഫ്റ്റി 50 companies, it is comparatively less risk. So coming to the returns, you can see Tata has given the best return in the last 10 years. Taurus not far behind. So Nippon India has given a less returns compared to the other two funds. പിന്നെ ഉള്ളത് expense ratio. Again we can see Tata and Nippon is almost the same expense അല്ലെങ്കിൽ commission. Taurus is slightly expensive fund. Fund size വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഫണ്ട് is Tata Ethical. So conclusion, if I have to choose one among these, I would go for Tata Ethical. You can see it is a multi-cap. It's high risk, but returns is also better. Expense ratio is not that bad, and it's a big fund. And above all, it comes from the trusted Tata. So my first choice will be Tata. പിന്നെ ഡൈവേഴ്സിഫിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് ബാക്കിയുള്ളതിലും നിക്ഷേപിക്കാവുന്നതാണ്. ആൻഡ് ദോസ് ഹു വാണ്ട് ടു ബി ഇൻ എ സേഫർ സൈഡ്, I would recommend going for Nippon Shariah because it is based on Nifty 50. The chance that you will lose all the money is pretty negligible. So ഞാൻ ഓരോ വീഡിയോസും ഓരോ ഫണ്ടിൻ്റെയും ഏതൊക്കെ കമ്പനീസ് ആണ് ഓരോ ഫണ്ടിലുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഞാൻ അതിൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്യാം, എന്നിട്ട് അതിൽ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ ടാറ്റ എത്തിക്കൽ ഫണ്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവാണ്. സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്. സോ യു ക്യാൻ സി എന്താണ് ദർ ഇസ് റെഗുലർ പ്ലാൻ ഇസ് ദർ, ഡയറക്റ്റ് പ്ലാൻ ഇസ് ദർ. ഇനി റിട്ടേൺസ് എത്രയാണെന്ന് നോക്കാം. സോ റിട്ടേൺസ് ഇതിൽ കൊടുത്തിട്ടുണ്ട് എല്ലാ കൊല്ലത്തും. സോ 1 year റിട്ടേൺ എന്ന് പറയുന്നത് -5. ലാസ്റ്റ് 1 year സ്റ്റോക്ക് മാർക്കറ്റ് ഡിഡ്ന്റ് പെർഫോം വെരി വെൽ, സോ ഇറ്റ്സ് നെഗറ്റീവ് റിട്ടേൺ. But the category average is slightly high, 4%. So it's behind the category average when we consider the last 1 year. But last 2 years CAGR, which is pretty decent, actually 16.74, and last 3 years is 19, which is again very good, and last 5 years 15, and since inception it is almost 13.88. So I would tell it's an average. There is a 12-14% returns, which is pretty decent compared to the index fund. So that's about the returns. We'll come down and see what's the companies. So ഇതിലുള്ള മെയിൻ ആയിട്ടുള്ള കമ്പനീസ് ആണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. സോ ഹൈ വെയിറ്റേജ് വരുന്ന ഇതിലുള്ള പോർട്ട്ഫോളിയോയിലെ കമ്പനീസ്. സോ ഇതിൽ ഏതൊക്കെ വരുന്നത്? ഇൻഫോസിസ്, യു ക്യാൻ സി ഇൻഫോസിസ് ഇസ് ദ. സോ TCS, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, HCL, Ambuja Siemens, Tech Mahindra, Cummins. We can probably look at the detailed analysis of the companies, detailed list of the companies. So you can see it's pretty much cover all the different sectors and different type, small cap, mid cap. So small cap athirunde idile. So large cap ആണ് മെയിൻ ആയിട്ട്, which is a pretty good thing, less risk. So large cap 50%, mid cap around 28%, പിന്നെ വരുന്നത് small cap which is comes around 12.3%. So relatively less risk, though it contains mid caps, because the mid caps weightage is very less. So mainly it's a large cap with some mid cap and small cap. So അതിൽ വരുന്ന കമ്പനീസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. So we can look at the complete holdings of the company.
So we can see Infosys is the TCS, Hindustan Unilever, Ambuja Siemens, Tech Mahindra, Cummins, Tata, CPI. It's pretty top-notch companies in the available in the Indian stock market. I don't see any problems with their selection actually. All companies are very good companies. You can see MRF is there, Motherson Sumi. With the 5,000 rupees MRF, invest if you invest to this mutual fund. MRF in the share and MRF share exposure exposure കിട്ടാനുള്ള ഒരു 5,000 rupees കൊടുത്താൽ തന്നെ നമുക്ക് MRF ഷെയറിലെല്ലാം എക്സ്പോഷർ കിട്ടുന്നുണ്ട് ഈ മ്യൂച്വൽ ഫണ്ട് വഴി. സോ ഇവരുടെ പോർട്ട്ഫോളിയോയിൽ ഞാൻ വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ഇറ്റ്സ് എ വെരി നൈസ് പോർട്ട്ഫോളിയോ. ഓൾ ആർ വെരി ഗുഡ് കമ്പനീസ്. സോ ദാറ്റ്സ് ടാറ്റ എത്തിക്കൽ. നമുക്ക് ഇനി ടോറസ് എത്തിക്കലിലേക്ക് പോവാം. Okay, Taurus ethical page fund in the page so we can see the fund size around 88 crores. Expense ratio at 2.41 കാണിക്കുന്നുണ്ട്. ഇത് regular plan expense ratio ആണ്. Direct plan അതിനേക്കാൾ കുറവായിരിക്കും. As I told, it is 1.18%. പിന്നെ നമുക്ക് റിട്ടേൺസ് എല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. 10-year returns was around 14. സോ ബാക്കിയുള്ള റിട്ടേൺസ് ഒക്കെ നോക്കാം നമുക്ക്. സോ ലാസ്റ്റ് 1 year we can see that compared to Tata Ethical -5 ആണ്. ഇവിടെ -1.37 ആണ്, which is so last 1 year it has performed better than the Tata Ethical fund. Or last 2 years 25, which is very good. Then CAGR which നോക്കുകയാണെങ്കിൽ 3 years it is 17%, which is again pretty good. And last 10 years, so again I would tell there is not much difference. All is giving a returns between 12 to 14, just like a Tata Ethical fund. So ini നമ്മുടെ ഹോൾഡിങ്സ് നോക്കുകയാണെങ്കിൽ ലാർജ് ക്യാപ്പിന് ഇതിൽ ടാറ്റ അപേക്ഷിച്ച് നോക്കുമ്പോൾ സ്ലൈറ്റ്ലി വെയിറ്റേജ് കുറവാണ്. ലാർജ് ക്യാപ്പ് ഓൺലി 39, മിഡ് ക്യാപ്പ് ആണ് 20, സ്ലൈറ്റ്ലി മോർ സ്മോൾ ക്യാപ്പ്. ബിക്കോസ് ഓഫ് ദാറ്റ് ഇറ്റ് ഹാസ് ഗിവൺ എ ബെറ്റർ റിട്ടേൺ ഇൻ ദ ലാസ്റ്റ് 1 year because of the bull run in the small cap markets in the last 1-2 years. So again നമുക്ക് ഇതിലെ holdings നോക്കാം അവരെ. So again we can see Reliance, Infosys, Ambuja, TCS, all the top notch companies, Exide Industries, Tech Mahindra. നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡ് അനാലിസിസിലേക്ക് പോവാം. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് വേറെ കമ്പനീസ് എന്തൊക്കെയാണ് നോക്കാം. Can look at the complete holdings. So again Biocon, Greaves Cotton, Cummins, Maruti, Jubilant, IRTC, Sanofi India, which is a pharma company, Tata again, TCS, Solar Industries, Alchem. Top-notch companies. Again, I am not seeing any problems in their selection of companies. All are top-notch companies. So yeah, there is not much difference. The only difference is the other one is managed by Tata, which is pretty trusted, and the fund size of Tata is also pretty good compared to Taurus, but return wise or otherwise there is not much difference. There is a big difference between the companies they selected, but both of them has got a very good portfolio, I would tell. So ഇനി നമുക്ക് ലാസ്റ്റ് നിപ്പോൺ ഇന്ത്യ ETF പോവാം. ഓക്കെ, നിപ്പോൺ ഇന്ത്യയിലേക്ക് വരുമ്പം എന്താണ് നമുക്ക് കാണുന്നത്? ആസ് ഐ ടോൾഡ്, ഇറ്റ്സ് എ ഫണ്ട് വിത്ത് 15 crores. സോ ഉള്ളതിൽ വെച്ച് ഏറ്റവും സ്മോളസ്റ്റ് ഫണ്ട് സൈസ് ഉള്ളത് ഇതിലാണ്. നിഫ്റ്റി 50 ശരിയ നിപ്പോൺ ഇന്ത്യ ETF ഫണ്ടിൽ. എക്സ്പെൻസ് റേഷ്യോ കമ്പാരിറ്റീവ്ലി ബെറ്റർ, 0.96%. പിന്നെ വരുന്നത് റിട്ടേൺസ്. അഗെയിൻ നമുക്ക് റിട്ടേൺസിൽ നോക്കുകയാണെങ്കിൽ സോ പുവർ റിട്ടേൺ, ലാസ്റ്റ് 1 year ഏറ്റവും പുവർ റിട്ടേൺ ആണ് Nippon India ETF Shariah തന്നതുള്ളത്. But over 10 years 12.91, and since inception it is around 11%, which is pretty decent, I would tell. So coming to the പോർട്ട്ഫോളിയോ, നമ്മൾ ഏർലി ഡിസ്കസ് ചെയ്ത പോലെ ഇതിൽ വരുന്നത് നിഫ്റ്റി 50യിലുള്ള ശരിയ കംപ്ലൈൻ്റ് ആയിട്ടുള്ള സ്റ്റോക്കുകളാണ്. സോ
അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫണ്ടാണിത്. സോ ഓൺലി 22 സ്റ്റോക്സ് ആർ ദർ. നിഫ്റ്റി 50യിലുള്ള ശരിയ കംപ്ലൈൻ്റ് ആയിട്ടുള്ള 22 സ്റ്റോക്സ്. സോ ഇതിലധികം സംസാരിക്കേണ്ട. നിഫ്റ്റി 50യിലെ സ്റ്റോക്കുകൾ എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ് ഷുഡ് ബി എ വെരി ഗുഡ് സ്റ്റോക്സ്. സോ relatively risk free ആണ് compared to other Tata ethical or Taurus ethical, but the returns is also, you can see, it's not that good like Tata ethical or Taurus ethical. And പിന്നൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ demat account വേണം. You need a demat account to start this fund and invest, but Taurus ethical and Tata ethical you can invest without a demat account, but what all you need is a PAN card and KYC. So especially NRIs who find it difficult to start demat account, this is a very good option. Sorry, not this one. The Tata and Taurus is a very good option. They may find it difficult to invest in this. So you can see, Nifty 50 la Shariah complaint atla top companies. All are top companies. Ultratech, Nestle, Tech Mahindra. I don't think so there is any issues with the companies because all belongs to the Nifty 50. So നമുക്ക് go back to the presentation and wind up this video today. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. സോ നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഹലാൽ മ്യൂച്വൽ ഫണ്ട്സിനെ പറ്റി ഡിസ്കസ് ചെയ്യുക, അതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിൻ്റെ റിട്ടേൺസ്, അതിൻ്റെ ചെലവുകൾ, അതിൽ ഓരോ ഫണ്ടിലുള്ള കമ്പനികൾ, പിന്നെ അതിൻ്റെ റിസ്ക്, അവയെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതുപോലുള്ള വീഡിയോകൾ കാണാൻ താല്പര്യമുള്ളവരും ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എല്ലാം താഴെ കമൻറ്റിൽ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഐ വിൽ ബി പുട്ടിംഗ് മോർ വീഡിയോസ് ഓൺ ഹലാൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ്. സോ സ്റ്റേ ട്യൂൺഡ്. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഗുഡ് ബൈ.